കാനഡ ഇപ്പോൾ കുടിയേറ്റ പ്രശ്നം നേരിടുകയാണ്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള പല കുടിയേറ്റക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അവരുടെ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കി കിട്ടാൻ വളരെയധികം സമയമെടുക്കുന്നു എന്നതാണ്. തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നൊരു രേഖ ആവശ്യമാണ്. ഈ LMIA അംഗീകാരങ്ങൾ കിട്ടാൻ വലിയ കാലതാമസമുണ്ട്. LMIA എന്നാൽ കാനഡയിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നും വിദേശിക്ക് ആ ജോലി നൽകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും സർക്കാർ പരിശോധിക്കുന്ന ഒരു രേഖയാണ്. ഏപ്രിൽ 28-ന് കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കുടിയേറ്റം ഒരു വലിയ വിഷയമായി ഉയർന്നു വന്നിട്ടുമുണ്ട്. നിയമപരമായി ജോലി ചെയ്ത് നികുതി അടച്ച് കാനഡയുടെ സാമ്പത്തിക സിസ്റ്റത്തെ സഹായിക്കുന്ന പല കുടിയേറ്റക്കാരും ഇപ്പോൾ ഈ കാലതാമസങ്ങൾ കാരണം വിഷമത്തിലായിരിക്കുകയാണ്. അവർക്ക് അവരുടെ തൊഴിൽ പെർമിറ്റുകൾ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം പലർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് മതിയായ രേഖകളില്ലാത്തവരെ സഹായിക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ മാത്രമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാനഡയിൽ വീടുകൾ കുറവാണ്, വാടക കൂടുതലാണ്, പൊതു സേവനങ്ങൾക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളുമില്ല. ഇതൊക്കെ കാരണം കുറേ ആളുകൾ രാജ്യം വിട്ടു പോകുമെന്ന് കാനഡ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ പെർമിറ്റ് തീരുന്നതിന് 60 ദിവസം മുമ്പ് LMIA കിട്ടിയാൽ കുടിയേറ്റക്കാർക്ക് നിയമപരമായി ജോലി ചെയ്യാൻ സാധിക്കും. എന്നാൽ കാലതാമസമുണ്ടായി ഈ സമയം കഴിഞ്ഞാൽ വേറെ ഒരു എളുപ്പവഴിയുമില്ല. ഇതേ തുടർന്ന് ചില ആളുകൾ നിയമവിരുദ്ധമായി ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു, മറ്റു ചിലർ ചൂഷണത്തിനിരയാകുന്നു. ഒരു ഉദാഹരണം നോക്കാം. ദാവി അച്ചാറ എന്നൊരു ഇന്ത്യൻ കുടിയേറ്റക്കാരി 2022 ഒക്ടോബറിൽ ഭർത്താവിനോടും മകനോടുമൊപ്പം കാനഡയിലെത്തി. അവർ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. പുതിയ LMAയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ തൊഴിൽ പെർമിറ്റ് മാർച്ച് മാസത്തിൽ കാലഹരണപ്പെട്ടു. ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ കഴിയാതെ അവർക്ക് ഗർഭം അലസി. 2 വർഷം മുൻപ് കാനഡയെ സ്വന്തം വീടാക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്വപ്നം തകർന്നുവെന്നാണ് അവർ പറയുന്നത്. അവരുടെ കുടുംബം 2024 സെപ്റ്റംബറിൽ പുതിയ LMAയ്ക്ക് അപേക്ഷിച്ചു. പക്ഷേ 2025 ഏപ്രിലായിട്ടും അവർക്ക് മറുപടി കിട്ടിയില്ല. ശരിയായ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് അവരുടെ 5 വയസ്സുള്ള മകന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. LMIA അംഗീകാരങ്ങൾ കിട്ടാനുള്ള കാലതാമസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2023 സെപ്റ്റംബറിൽ ഇത് ഏകദേശം 58 ദിവസമായിരുന്നു. എന്നാൽ 2025 മാർച്ചിൽ ഇത് 165 ദിവസമായി. ചില ആളുകൾ 1 വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കുന്നു. കാനഡയിലെ ഏറ്റവും വലിയ കാലതാമസമാണിതെന്നാണ് കുടിയേറ്റ കാര്യങ്ങളിൽ വിദഗ്ധനായ ക്വാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് കുടിയേറ്റം ഒരു പ്രധാന വിഷയമാണ്. എത്ര കുടിയേറ്റക്കാരെ അനുവദിക്കണം, എങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാർ തർക്കിക്കുകയാണിപ്പോൾ. ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർ, വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ്. അവർക്ക് ജോലി ചെയ്യാനോ പഠിക്കാനോ ആരോഗ്യ സംരക്ഷണം നേടാനോ കഴിയുന്നില്ല. ഒരു പുതിയ വീടാകുമെന്ന് പ്രതീക്ഷിച്ച രാജ്യത്താണ് ഈ ദുരിതം. ഈ പ്രശ്നം കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. കാനഡയുടെ കുടിയേറ്റ സമ്പ്രദായത്തിന് തൊഴിലാളികളെയും കുടുംബങ്ങളെയും ശരിക്കും പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പലരും ആശ്ചര്യപ്പെടുകയാണ്.